ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? എന്താണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം? പലപ്പോഴും നമ്മളെ അലട്ടുന്ന ഒരു ചോദ്യമാണത്. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒത്തിരി അസ്വസ്ഥതകളും അരക്ഷിതാവസ്ഥയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, യുദ്ധങ്ങൾ, വ്യാപാര യുദ്ധങ്ങൾ, അല്ലെങ്കിൽ അധികാര പ്രകടനങ്ങൾ, അധികാരത്തിന് വേണ്ടിയുള്ള ഓട്ടങ്ങൾ, അതൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വാക്കുകൾ, അതൊക്കെ കേൾക്കുമ്പോൾ, അതൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? എന്താണ് നമ്മുടെ ഭാവി? ഈ ചോദ്യം തന്നെയാണ് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യരും ചോദിക്കുന്നത്. വളരെ പ്രത്യേകിച്ച് യേശു തൻ്റെ പീഡകളുടെ സമയത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നത് അത് ഒരു വിട പറയലിൻ്റെ ഒരു രംഗമാണ്. യേശുവിന് ഒത്തിരി അവരോട്, തൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുവാനുണ്ട്. നമ്മളത് യോഹന്നാൻ്റെ ഈ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. യേശു ഒത്തിരി വികാരഭരിതനായിട്ട് ആണ് സംസാരിക്കുന്നത്. അതങ്ങനെയാണ്, ഇങ്ങനെ വിട പറയുന്ന രംഗങ്ങൾ, അത് പലപ്പോഴും നമ്മളെ വികാരഭരിതരാക്കും. സ്നേഹിക്കുന്നവർ അകലുമ്പോൾ, വിട പറയുമ്പോൾ അവർ ചിലപ്പോൾ ആഗ്രഹിക്കും സമയം അങ്ങനെ നിശ്ചലമായിട്ട് നിന്നുപോയിരുന്നു എങ്കിലെന്ന്. കാരണം അവർക്ക് ഒത്തിരി സംസാരിക്കുവാനുണ്ട്, ഒത്തിരി കേൾക്കുവാനുണ്ട്, ഒത്തിരി സ്നേഹം പങ്കുവയ്ക്കുവാനുണ്ട്. യേശുവിൻ്റെ അവസ്ഥയും ഏകദേശം ഇതുതന്നെയായിരുന്നു. എന്നാലും ഈ ഒരു വികാരത്തിൻ്റെ തലത്തിൽ നിന്ന് സംസാരിക്കുമ്പോഴും യേശു തൻ്റെ സുഹൃത്തുക്കളെ അനാഥരായിട്ട് വിടുന്നില്ല. അത് യേശുവിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുവഴി യേശു അവർക്ക് ധൈര്യം പകരുകയാണ്. അതെ, താൻ ഇല്ലെങ്കിൽ കൂടി തൻ്റെ സ്നേഹം പിതാവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ അവർ അനുഭവിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ ലോകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സഭയിൽ ഒക്കെയും ഇതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അതൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. പല അനുഭവങ്ങളും നമ്മളെ അരക്ഷിത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള മറുപടികളൊന്നും ഉണ്ടാകണമെന്നില്ല. എങ്കിലും നമ്മൾ ചോദിക്കണം, ഇനി എന്താണ് അടുത്ത വഴി? അല്ലെങ്കിൽ ഏത് ആത്മാവാണ് എന്നെ ഇനി നയിക്കുന്നത്? ഏത് ശക്തിയാണ് എനിക്ക് തുണയാകുന്നത്? ഭാഗ്യവശാൽ നമുക്ക് അതിനുത്തരമുണ്ട്. അതെ, ദൈവത്തിനോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ ഇനി നയിക്കുന്നത്. കാരണം അവൻ നമ്മോടൊപ്പമുണ്ട്. അവനാണ് നമ്മുടെ ഉത്തരം. അവനെ ശ്രവിക്കാം, അവനെ സ്നേഹിക്കാം. ദൈവത്തോടുള്ള വിശ്വാസവും അവനോടുള്ള വിശ്വാസവും നമുക്ക് ശക്തിപ്പെടുത്താം. അതുവഴി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അവൻ്റെ സ്നേഹത്തിൽ കൂടുതൽ ആഴത്തിൽ നമ്മെ നയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.